ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം 40 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ടൈം 1.5 മണിക്കൂറാണ്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ഈ സമയം നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യനും അലോട്ട് ചെയ്ത മാർക്ക് എത്രയാണെന്ന് നോക്കുക. അതിനനുസരിച്ച് ആൻസർ എഴുതുക. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ എന്തായിരിക്കും, കോംപ്രിഹെൻഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി മിസ്റ്റീരിയസ് പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. മിസ്റ്റീരിയസ് പിക്ചർ എന്നുള്ള ഒരു പാസേജാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളുണ്ടാകും. 5 ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അപ്പം ചോദ്യത്തിന് ഉത്തരം ഇതിൽ തന്നെ ഉണ്ടാകും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ കോർട്ടിയേഴ്സ് ഔട്ട്ഡിഡ് വൺ അനദർ ഇൻ ഷോയിങ് ദെയർ അഡ്മിറേഷൻ ഫോർ ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചർ കണ്ടപ്പോൾ എല്ലാവരും അവരുടെ ഒരു ആരാധന അതിനോട് പ്രകടിപ്പിച്ചു. ദേ പ്രേസ്ഡ് ടൈൽ ഫോർ ഹിസ് സ്പ്ലെൻഡിഡ് പെയിൻറ്റിങ്. അപ്പോൾ ടൈലിൻ്റെ ആ പെയിൻറ്റിങ്ങിനെ കുറിച്ച് അവർ ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു, പ്രശംസിച്ചു കൊണ്ടേയിരുന്നു. ദേ റിമാർക്ക്ഡ് ഹൗ നാച്ചുറൽ ഈച്ച് വൺ ഓഫ് ദം ലുക്ക്ഡ് ഇൻ ദ പിക്ചർ ആൻഡ് ഈഗർലി പോയിൻറ്റഡ് ഔട്ട് ദിയർ ഫ്രണ്ട്സ് ആൻഡ് അക്വൈൻറ്റൻസ്. അപ്പം ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞ് എത്ര രസമായിട്ടാണ് ഈ പിക്ചർ വരച്ചിരിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഓൾ ഓഫ് എ സഡൻ ദ ഡ്യൂക്സ് ജസ്റ്റർ ലീപ്ഡ് ഇൻ ടു ദ എയർ ആൻഡ് shouted, all of you know that I am a fool and I have no blue blood in my veins. I can see no picture but only a blank wall. അപ്പോൾ ആരാ പറയുന്നത്? ഡ്യൂക്സ് ജസ്റ്റർ വന്നിട്ട് എന്താ പറയുക, പെട്ടെന്ന് എന്താ പറയുന്നത്, ഓൾ ഓഫ് യു നോ ദാറ്റ് ഐ ആം എ ഫൂൾ. എല്ലാവർക്കും അറിയാം ഞാനൊരു ഫൂളാണ്. ആൻഡ് ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻസ്. എൻ്റെ സിരകളിലൂടെ രാജരക്തം ഒന്നുമല്ല ഒഴുകുന്നത്. ഐ ക്യാൻ സീ നോ പിക്ചർ ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ. എനിക്കൊരു പിക്ചറും കാണാൻ കഴിയുന്നില്ല, ഞാൻ ആകെ ഒരു ഒഴിഞ്ഞ വാളാണ് കാണുന്നതെന്ന് പറയാം. വെൻ ഫൂൾസ് ബിഗിൻസ് ഇൻ ടോക്ക് ഒബ്സർവ് ടെൽ ഇറ്റ് ഈസ് ടൈം ഫോർ വൈസ് മെൻ ടു ടോക്ക്. He calmly strode out of the hall and rode away on donkey. The feathers in his cap danced in the gentle breeze. അപ്പം മെല്ലനെ ടൈൽ അവിടുന്ന് തടിയൂരുകയാണ്. വെൻ ഫൂൾസ് ബിഗിൻസ് ടു ടോക്ക്, ആ വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങി. ഇറ്റ് ഈസ് ടൈം ഫോർ വൈസ് മെൻ ടു വാക്ക്. ഈ കാംലി സ്ട്രോഡ് ഔട്ട് ഓഫ് ദ ഹോൾ ആൻഡ് റോഡ് അവേ ഓൺ ഡോങ്കി. മെല്ലനെ അങ്ങനെ പോവുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഡിഡ് ദ കോർട്ടിയേഴ്സ് പ്രൈസ് ടൈൽ ഫോർ? എന്തിനാണ് അവരിങ്ങനെ പ്രശംസിച്ചത്? ദ കോർട്ടിയേഴ്സ് പ്രൈസ് ടൈൽ ഫോർ ഹിസ് ഗ്രേറ്റ് പെയിൻറ്റിങ്, അല്ലെങ്കിൽ സ്പ്ലെൻഡിഡ് പെയിൻറ്റിംഗ് എന്ന് പറയാം. സ്പ്ലെൻഡിൻ്റെ മീനിങ് ആണ് ഗ്രേറ്റ് എന്നുള്ള അർത്ഥം. ദ കോർട്ടിയേഴ്സ് പ്രൈസ്ഡ് ടൈൽ ഫോർ ഹിസ് ഗ്രേറ്റ് പെയിൻറ്റിങ്. ഇനി അടുത്തത്, വാട്ട് ഡിഡ് ദ ജസ്റ്റർ മീൻ ബൈ സേയിങ് ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വൈൻസ്? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ അയാൾ പറഞ്ഞല്ലോ ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻസ്. അതിൻ്റെ അർത്ഥം എന്താണ്? 3 ഓപ്ഷൻസ് ഉണ്ട്. ഐ ആം നോട്ട് എ പേഴ്സൺ വിത്ത് ദ ബ്ലൂ കളേർഡ് ബ്ലഡ്, ഐ ആം നോട്ട് എ പേഴ്സൺ ഓഫ് നോബിൾ ബർത്ത്, ഐ ആം നോട്ട് എ പേഴ്സൺ ഓഫ് ഹൈ ഇൻ്റലിജൻസ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐ ആം നോട്ട് എ പേഴ്സൺ ഓഫ് നോബിൾ ബർത്ത്. ഇനി അടുത്ത്, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഫൂളിഷ്. ഫൂളിഷ് എന്ന് പറഞ്ഞാൽ മണ്ടത്തരം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വൈസ്. ഓക്കെ, ദ ഓപ്പോസിറ്റ് ഓഫ് ഫൂളിഷ് ഈസ് വൈസ്. വൈസ് എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, ജ്ഞാനി. ഈസ് ദ ജസ്റ്റർ എ റിയലി എ ഫൂൾ? വൈ ഡു യു തിങ്ക് സോ? അയാളൊരു ഫൂളാണോ? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച്, നിങ്ങളുടെ തോട്ട് എന്താണെന്നാണ് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ദ ജസ്റ്റർ മൈറ്റ് നോട്ട് ബി എ റിയൽ ഫൂൾ. അയാളൊരു ഫൂളല്ല. ഹീ മൈറ്റ് ബി സ്മാർട്ട് ആൻഡ് സ്പീക്കിംഗ് ട്രൂത്ത്. അയാൾ സ്മാർട്ടാണ്, അതേപോലെ അയാൾ സത്യമാണ് പറയുന്നത്. ബിക്കോസ് ഹീ സീസ് സംതിങ് അതേഴ്സ് ഡോണ്ട്. മറ്റുള്ളവർ കാണാത്തത് അയാൾ കാണുന്നു. ഹിസ് കമൻറ്റ് മേക്സ് ചൈൽഡ് ടു ലീവ്, സോ മേ ബി ദ ജസ്റ്റർ ഈസ് ആക്ച്വലി ക്ലവർ. അപ്പോൾ ഈ ജസ്റ്റർ ആക്ച്വലി ക്ലവറാണ്. അയാൾ ആ കമൻറ്റ് പറയുന്നതുകൊണ്ട് എന്താ സംഭവിച്ചിട്ട് അതിൽ അവിടുന്ന് പോവുകയാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ, നോ ഹീസ് ദ വൺ ഹൂ ടോൾഡ് ദ ട്രൂത്ത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. താജ്മഹൽ എന്നുള്ള പോയത്തിൽ നിന്നുള്ള ലൈൻസാണ്. Though emeralds, rubies, pearls are all, but as the glitter of a rainbow trickling out empty air and must pass away, yet still one solitary tear would hang on the cheek of time,
in the form of this white and gleaming of Taj Mahal. What are emeralds, rubies and pearls compared to? എന്തിനെയാണ് എമറാൾഡ്സും റൂബീസും എന്തിനോടാണ് കമ്പയർ ചെയ്തത്? ആസ് ദ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ എന്നാണ് പറയുന്നത്, ഗ്ലിറ്റർ ഓഫ് റെയിൻബോ. ഇനി അടുത്തത് ഐഡൻറ്റിഫൈ ദ ലൈൻ വിച്ച് ഷോസ് ദ ട്രാൻസിയൻസ് ഓഫ് റെയിൻബോ. റെയിൻബോൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നത് ഏത് ലൈനാണ്? ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ ആൻഡ് മസ്റ്റ് പാസ് എവേ. ഇനി അടുത്ത ഹൗ ഈസ് താജ്മഹൽ ഡിസ്ക്രൈബ്ഡ്? താജ്മഹൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്? ഓഫ് ദിസ് വൈറ്റ് ആൻഡ് ഗ്ലീമിങ് താജ്മഹൽ. വൈറ്റ് ആൻഡ് ഗ്ലീമിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് വിഷ്വൽ ഇമേജ് ഫ്രം ദീസ് ലൈൻസ്. ഈ ലൈനിൽ നിന്നൊരു വിഷ്വൽ ഇമേജ് കണ്ടുപിടിക്കണം. എ സോളിറ്ററി വിഷ്വൽ ഇമേജ് ഏതാണ്? എ സോളിറ്ററി ടിയർ വുഡ് ഹാങ് ഓൺ ദ ചീക്ക് ഓഫ് ടൈം. ഇനി അടുത്ത വിച്ച് ലൈൻ ഡു യു ലൈക്ക് ദ മോസ്റ്റ് വൈ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈൻ ഏതാണ് അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് നോക്കാം. റൈറ്റ് എനി വൺ ഫ്രം ദ ഫോളോയിങ് ഇൻ 100 വേർഡ്സ്. 100 വേർഡ്സിൽ എഴുതണം. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാൽ മതി. 2 ഓപ്ഷൻസ് ഉണ്ട്. ടെൽ കാംലി സ്ട്രോഡ് ഔട്ട് ഓഫ് ദ ഹോൾ ആൻഡ് റോഡ് എവേ ഓൺ ഹിസ്. ടൈലുമെല്ലെ പുറത്തേക്ക് ഇറങ്ങി കഴുതപ്പുറത്ത് കയറിപ്പോയി. ഓൺ ദിസ് വേ ഹി മീറ്റ്സ് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് നറേറ്റ്സ് ദ എക്സ്പീരിമെൻറ്റ്സ് ഹി ഹാഡ് ഇൻ ദ പാലസ്. റൈറ്റ് ദ നറേറ്റീവ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഒരു നറേറ്റീവ് എഴുതാനാണ്. അപ്പോൾ ടൈല് പുറത്തേക്ക് പോയപ്പോൾ ആരെ കണ്ടു? അവൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഈ നടന്ന സംഭവങ്ങളൊക്കെ ആ ഫ്രണ്ടിനോട് പറയാണ്. അപ്പോൾ അത് എഴുതാനാണ്. യു മൈ ബിഗിൻ ലൈക്ക് ദിസ്, ഐ വാസ് വണ്ടറിങ് ഫ്രം കോട്ട് ടു കോട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തുടക്കം തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. ഐ വാസ് വാൻഡറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലഞ്ഞ് തിരിയുക. അത് സെയിം. ഇനി ഐ വാസ് ട്രാവലിംഗ് ഫ്രം പാലസ് ടു പാലസ്. ഞാൻ പാലസ് ടു പാലസ്, ഓരോ കൊട്ടാരത്തിൽ നിന്നും അടുത്ത കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പോവുകയായിരുന്നു. ലുക്കിംഗ് ഫോർ വർക്ക് ആസ് എ പെയിൻറ്റർ. എന്തിനാണ് പോകുന്നത്? ഫോർ എ വർക്ക് ആസ് പെയിൻറ്റർ. പെയിൻറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടാരങ്ങൾ ഇങ്ങനെ അലഞ്ഞ് തിരിയായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ഐ അറൈവ്ഡ് അറ്റ് ദ പാലസ് ഓഫ് ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റംബർഗ്. അപ്പോൾ എവിടെ എത്തി? ബാറ്റംബർഗിലെത്തി. ഐ വാണ്ടഡ് ടു ബിക്കം ദ കോട്ട് പെയിൻറ്റർ. എനിക്ക് എന്താവണമായിരുന്നു? കോട്ട് പെയിൻറ്റർ ആവണമായിരുന്നു. ആൻഡ് ദ ഡ്യൂക്ക് ലൈക്ക്ഡ് മൈ വർക്ക്. അപ്പം ഡ്യൂക്കിന് എൻ്റെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ആസ്ക്ഡ് മീ ടു പെയിൻറ്റ് ഹിസ് പോർട്രേറ്റ്. അപ്പോൾ അദ്ദേഹം എന്തോ ആവശ്യപ്പെട്ടു? ടു പെയിൻറ്റ് ഹിസ് പോർട്രേറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. ആൻഡ് ഐ സജസ്റ്റഡ് ഇൻക്ലൂഡിങ് ദ കോർട്ടിയേഴ്സ് ടു. അപ്പോൾ ഞാൻ കോർട്ടിയേഴ്സിൻ്റെയും കൂടി സജസ്റ്റ് ചെയ്തു. ബട്ട് ദേ ത്രട്ടൻ മീ സേയിങ് ദേ വുഡ് കിൽ മീ. പക്ഷെ അവരെന്നെ ത്രട്ടൻ ചെയ്തു. സേയിങ് ദേ വുഡ് കിൽ മീ. അവരെന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ത്രട്ടൻ ചെയ്തു. ഇഫ് ഐ ഡിഡിൻ മേക്ക് ദം ലുക്ക് ഗുഡ് ഐ വാസ് സ്കെയേർഡ്. അപ്പോൾ ഐ വാസ് സ്കെയേർഡ്, ഞാൻ പേടിച്ചു. സോ ഐ ഡിസൈഡഡ് നോട്ട് ടു പെയിൻറ്റ് എനിത്തിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരെയും പെയിൻറ്റ് ചെയ്യേണ്ടെന്ന്. കോട്ടേഴ്സിൻ്റെയും പെയിൻറ്റ് ചെയ്യേണ്ട, ഡ്യൂക്കിൻ്റെയും പെയിൻറ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഇൻസ്റ്റെഡ് മൈ അസിസ്റ്റൻ്റ് ആൻഡ് ഐ എൻജോയ്ഡ് ദ പാലസ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഫോർ 60 ഡേയ്സ്. ഞാനും എൻ്റെ സഹായികളും പാലസിലെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ 60 ദിവസം അവിടെ കഴിഞ്ഞു. വെൻ ദ ഡ്യൂക്ക് ആസ്ക്ഡ് ടു സീ ദ പെയിൻറ്റിങ് ഐ ടോൾഡ് ദ കോട്ടേഴ്സ് ഓൺലി നോബിൾ പീപ്പിൾ കുഡ് സീ ഇറ്റ്. അങ്ങനെ അവസാനം ആ ദിവസം വന്നു. അപ്പം ഡ്യൂക്ക് പറഞ്ഞു പെയിൻറ്റിങ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ കോട്ടേഴ്സിനോട് പറഞ്ഞത്? നോബിൾ പീപ്പിളിന് മാത്രമേ ഈ പെയിൻറ്റിങ് കാണാൻ പറ്റുന്നു. ദേ പ്രൈസ്ഡ് മൈ വർക്ക്. അപ്പോൾ അവർ എൻ്റെ വർക്കിനെയൊക്കെ സ്തുതിച്ചു. ബട്ട് ദ ജസ്റ്റർ സെഡ് ഹീ സോ നത്തിങ്. പക്ഷേ ജസ്റ്റർ എന്തായി? കാര്യം വിളിച്ചു പറഞ്ഞു. ഹീ സോ നത്തിങ്. അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാനൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഐ നോ ഐ വാസ് ഇൻ ഡേഞ്ചർ. എനിക്ക് മനസ്സിലായി ഞാൻ അപകടത്തിലാണെന്ന്. സോ ഐ ഫെൽറ്റ് ദ പാലസ് കാംലി ആൻഡ് റോഡ് എവേ ഓൺ മൈ ഡോങ്കി. അപ്പോൾ ഞാൻ മെല്ലനെ അവിടുന്ന് തലയൂരി എൻ്റെ കഴുതപ്പുറത്ത് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇത്രയാണ് നെറേറ്റീവ് സിമ്പിളായിട്ട് നമ്മൾ എഴുതിയത്. ഒന്നുകൂടി വായിച്ചു നോക്കാം. ഐ വാസ് ട്രാവലിംഗ് ഫ്രം പാലസ് ടു പാലസ് ലുക്കിംഗ് ഫോർ വർക്ക് ആസ് പെയിൻറ്റർ. വൺ ഡേ ഐ അറൈവ്ഡ് അറ്റ് ദ പാലസ് ഓഫ് ദ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റംബർഗ്. I wanted to become the court painter and the Duke liked my work. He asked me to paint his portrait and I suggested including the courtiers too. But they threatened me saying they would kill me if I didn't make them looking good. I was scared, so I decided not to paint anything.
Instead, my assistants and I enjoyed the palace food and drinks for 60 days. When the Duke asked to see the painting, I told the courtiers only noble people could see it. They praised my work, but the justice said he saw nothing. I knew I was in danger, so I left the palace calmly and rode away on my donkey. Okay. ഇനി നമുക്ക് ഇതിനെ തന്നെ ഇത് നറേറ്റീവാണ്, ഒരു കോൺവെർസേഷനും കൂടി പരിചയപ്പെടാം. ഓൺ ദ വേ ഹി മീറ്റ്സ് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് നറേറ്റ് ദ എക്സ്പീരിയൻസ് ഹി ഹാഡ് ഇൻ ദ പാലസ്, റൈറ്റ് ദ കോൺവെർസേഷൻ. അപ്പോൾ കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പം ഫ്രണ്ടിനുമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പം ചൈൽഡ് പറയാം, ഐ ഹാഡ് എ ക്രേസി അഡ്വെഞ്ചർ അറ്റ് ദ പാലസ്. ഐ വാസ് ഹയർഡ് ടു പെയിൻറ്റ് ഡ്യൂക്സ് പിക്ചർ. എനിക്കൊരു അപാരമായ ഒരു സാഹസികത എനിക്ക് കൊട്ടാരത്തിലുണ്ടായി. ഞാൻ ഒരു ഡ്യൂക്സിൻ്റെ പിക്ചർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് ക്ഷണിക്കപ്പെട്ടു. ഫ്രണ്ട്സ്, വാട്ട് ഹാപ്പൻഡ്? എന്നിട്ട് എന്ത് പറ്റി? ദ ഡ്യൂക്ക് വാണ്ടഡ് മീ ടു പെയിൻറ്റ് ഹിം, ബട്ട് ദ കോട്ടേഴ്സ് വെർ മീൻ. ദേ വാണ്ടഡ് ടു ലുക്ക് ഗുഡ് ഇൻ ദ പിക്ചർ ഓർ ദേ വുഡ് ഹേർട്ട് മീ. ഡ്യൂക്കിൻ്റെ പടം വരയ്ക്കണം, അതേപോലെ കോട്ടേഴ്സിനും വരയ്ക്കണം. കോട്ടേഴ്സിൻ്റെ പടം നന്നായിട്ടില്ലെങ്കിൽ അവരെന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ദേ വാണ്ടഡ് ടു ലുക്ക് ഗുഡ് ഇൻ പിക്ചർ ഓർ ദേ വുഡ് ഹേർട്ട് മീ. എന്തെങ്കിലും വേദനാക്കുമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, വാട്ട് യു ഡു? നീ എന്ത് ചെയ്തു? ടെൽ. ഐ ഡിഡ്ന്റ് പെയിൻറ്റ് എനിത്തിങ്. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ആരെയും വരച്ചില്ല. ഐ ജസ്റ്റ് ഏറ്റ് ആൻഡ് ഡ്രാങ്ക് ഫോർ 60 days. ഞാൻ തിന്നും കുടിച്ചു 60 ദിവസം അവിടെ അങ്ങനെ കഴിഞ്ഞു. ദെൻ ഐ ഷോഡ് ദം എ ബ്ലാങ്ക് വാൾ. പിന്നെ ഞാൻ അവർക്കൊരു ബ്ലാങ്ക് വാൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഫ്രണ്ട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു നെക്സ്റ്റ്? പിന്നെന്ത് സംഭവിച്ചു? എവറി വൺ സെഡ് ഇറ്റ് വാസ് ഗ്രേറ്റ് പിക്ചർ. എല്ലാവരും പറഞ്ഞു അതൊരു നല്ല പിക്ചറാണ്. ബട്ട് ദെൻ ദ ജസ്റ്റർ സെഡ് ഹി ഡിഡ്ന്റ് സീ എനിത്തിങ്. പക്ഷേ ജസ്റ്റർ പറഞ്ഞു അയാളൊന്നും കാണുന്നില്ല എന്ന്. വാട്ട് ഡിഡ് യു ഡു ദെൻ? നീ എന്ത് ചെയ്തു? ഐ ലെഫ്റ്റ് ദ പാലസ്. എന്ത് ചെയ്യാൻ? ഞാൻ പാലസ് വിട്ടിങ്ങോട്ട് വന്നു. ആൻഡ് റോഡ് ഹെവേ ഓൺ മൈ മൈൻഡ്. ഐ വാസ് ഹാപ്പി ടു ബി സേഫ്. എനിക്ക് സേഫ് ആകണം, അവിടെ തല വെച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു നരേഷൻ പഠിച്ചു, അതേപോലെ തന്നെ ഒരു കോൺവെർസേഷനും പഠിച്ചു. നരേഷനും കോൺവെർസേഷനും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലേ. വെലസ്കോ ഹാഡ് എ മെറാക്കുലസ് എസ്കേപ്പ് ഫ്രം ദ ഷിപ്പ്റെക്ക്. അപ്പം വെലസ്കോയുടെ സ്റ്റോറിയൊക്കെ അറിയാലോ, അത്ഭുതകരമായൊരു രക്ഷപ്പെടലായിരുന്നു. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഷെയറിങ് ഹിസ് എക്സ്പീരിയൻസ് ഹി ഹാഡ് ഇൻ ദ സീ. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. അപ്പം തനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യാണ്. അപ്പം നമ്മൾ മൂന്നാമത്തെ ആക്ടിവിറ്റി ഒരു ലെറ്ററാണ്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ പ്ലേസ് എഴുതണം, ഡേറ്റ് എഴുതണം, ഫ്രണ്ടിൻ്റെ പേര് എഴുതണം. ഓക്കെ, പ്ലേസ്, ഡേറ്റ്, ഡിയർ ഫ്രണ്ട്. I am writing to share my incredible survival story after the shipwreck. ഞാൻ എൻ്റെ ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ അതിജീവിച്ച ആ സ്റ്റോറിയാണ് നിന്നോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. I am writing to share my incredible survival story after the shipwreck. I am still trying to process it all, but I wanted to tell you about my terrifying experience. അതിനൊന്നും പൂർണ്ണമായിട്ട് ഞാൻ വന്നിട്ടില്ല, പക്ഷെ എന്നാലും നിന്നോട് അത് ഷെയർ ചെയ്യാൻ എനിക്ക് I wanted to tell you about my terrifying experience. എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് നിന്നോട് ഷെയർ ചെയ്യണം. As the ship sank, ഷിപ്പ് മുങ്ങിയപ്പോൾ I managed to grab a piece of debris and cling to it for dear life. അപ്പോൾ എൻ്റെ ആ ഒരു പ്രിയപ്പെട്ട ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ടു ഗ്രാബ് എ പീസ് ഓഫ് ഡെബ്രിസ്. ഒരു മരക്കഷ്ണത്തിൻ്റെ മേലെ ഞാൻ അങ്ങനെ പിടിച്ചു നിന്നു. ദ വേവ്സ് വെർ മാസീവ് ആൻഡ് ഐ തോട്ട് ഐ വാസ് ഡൺ ഫോർ, ബട്ട് ഐ ഹെൽഡ് ഓൺ പ്രേയിങ് ഫോർ എ മിറാക്കിൾ. ഞാനത് പിടിച്ചു നിന്ന്, തിരമാലകളൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, പക്ഷെ ഞാൻ പിടിച്ചു നിന്ന് ഐ ആം പ്രേയിങ് ഫോർ എ മിറാക്കിൾ. ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹവേഴ്സ് പാസ്റ്റ്. മണിക്കൂറുകൾ കഴിഞ്ഞു. ആൻഡ് ഐ വാസ് എക്സോസ്റ്റഡ്. എനിക്ക് ക്ഷീണം വന്നു. ബൈ ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ് ഹോപ്പ്. ഞാൻ എന്താണ് എൻ്റെ ആശകളൊന്നും പ്രതീക്ഷകളൊന്നും കൈവിട്ടില്ല. ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ് ഹോപ്പ്. ദെൻ എ ഷിപ്പ് അപ്പിയർഡ് ഓൺ ദ ഹോറിസോൺ ആൻഡ് ഐ വാസ് റെസ്ക്യൂഡ്. അങ്ങനെ ഒരു ഷിപ്പ് വന്നു, എന്നെ രക്ഷിച്ചു.
ഐ ആം സ്റ്റിൽ ഇൻ ഷോക്ക്. ഇപ്പോഴും ഞാൻ ആ ഷോക്കിലാണ്. ബട്ട് ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ ടു ബി അലൈവ്. എനിക്ക് ഭയങ്കര താങ്ക്ഫുള്ളാണ് ഞാൻ. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ താങ്ക് യു, ഞാൻ നന്ദിയുള്ളവനാണ്. ടു ബി അലൈവ്, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഐ തോട്ട് ഓഫ് യു ആൻഡ് അവർ ലവ്ഡ് വൺസ്. നിന്നെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചും ഞാൻ ചിന്തിച്ചു. വണ്ടറിങ് ഇഫ് ഐ വുഡ് എവർ സീ യു എഗെയിൻ. നിന്നെയൊന്നും ഇനി കാണാൻ പറ്റില്ലേ എന്ന് ഞാൻ അവിടുന്ന് ആ നിമിഷം ചിന്തിച്ചു പോയി. ഐ ആം സേഫ് നൗ. ഞാനിപ്പോൾ സുരക്ഷിതനാണ്. ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ടു സീ യു സൂൺ. നിന്നെ അടുത്ത് തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിത്ത് ലവ്, വെലസ്കോ. അപ്പോൾ നമ്മൾ പ്ലേസ് എഴുതണം, ഡേറ്റ് എഴുതണം, അതേപോലെ സല്യൂട്ടേഷൻ എഴുതണം, പിന്നെ നമ്മുടെ ബോഡി ഓഫ് ദ ലെറ്റർ എഴുതണം, പിന്നെ ഒരു കൺക്ലൂഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ തന്നെ വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വെക്കാബുലറി ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. I am writing to share my incredible survival story after the shipwreck. I am still trying to process it all, but I wanted to tell you about my terrifying experience. As the ship sank, I managed to grab a piece of debris and cling to it for dear life. The waves are massive and I thought I was done for, but I held on praying for a miracle. Hours passed and I was exhausted, but I didn't give up hope. Then a ship appeared on the horizon and I was rescued. I am still in shock, but I feel grateful to be alive. I thought of you and our loved ones, wondering if I would ever see you again. I am safe now and I can't wait to see you soon. With love, Velasco. നമ്മൾ എന്തൊക്കെ പഠിച്ചു? നരേഷൻ പഠിച്ചു, കോൺവെർസേഷൻ പഠിച്ചു, അതേപോലെ തന്നെ ഒരു ലെറ്റർ റൈറ്റിങ്ങും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആർച്ച് ഡ്യൂക്ക്. ആർച്ച് ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. അപ്പോൾ ഇതിൽ റൈറ്റ് അതിന് 3 ഓഫ് ദ ഫോളോയിങ്. ഇത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 3 നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങളിത് വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പം 3 ഉണ്ടാവും, ചിലപ്പം 4 ഉണ്ടാവും. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആർച്ച് ഡ്യൂക്ക് നോക്കാം. അപ്പം നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആർച്ച് ഡ്യൂക്ക് എന്നൊന്ന് ഹെഡിങ് എഴുതി വെക്കുക. The Archduke of Battenberg was a ruler consumed by extravagance and a passion for art. അയാളൊരു പ്രത്യേകതരം ഒരു ആളായിരുന്നു. എൻ്റെ പേഷൻ ഫോർ, അയാൾക്ക് ഭയങ്കര കലയോടൊക്കെ ഭയങ്കര ആഭിമുഖ്യമായിരുന്നു. ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പാഷൻ ഫോർ ആർട്ട് എന്ന് പറഞ്ഞാൽ കലയോടുള്ള അയാളുടെ താല്പര്യം, അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഹീ സ്പെൻറ്റ് ലാവിഷ്ലി ഓൺ ഫീസ്റ്റ്, ഫെസ്റ്റിവിറ്റീസ് ആൻഡ് പെയിൻറ്റിങ്സ്. അപ്പോൾ അയാൾ ലാവിഷാണ്, കുറച്ച് അധികം ചിലവാകുന്ന ആളാണ്. എക്സ്ട്രാവാഗൻസ് ആണ്. ഹീ സ്പെൻറ്റ് ലാവിഷ്ലി ഓൺ ഫീസ്റ്റ്. എക്സ്ട്രാവാഗൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൂടുതലായിട്ട് ഇങ്ങനെ ചിലവാക്കുന്ന ആൾക്കാരാണ്. ഈ സ്പെൻറ്റ് ലാവിഷ്ലി ഓൺ ഫീസ്റ്റ്. എന്തിനൊക്കെ ചിലവാക്കിയത്? ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ പാർട്ടികൾ അല്ലേ, ഭക്ഷണങ്ങൾ, അതേപോലെ ഫെസ്റ്റിവിറ്റീസ് ആൻഡ് പെയിൻറ്റിങ്സ്. ഹോപ്പിംഗ് ടു ഔട്ട് ഷൈൻ അതേഴ്സ്. മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ചിലവഴിക്കുന്ന ആളായിരുന്നു. ഹിസ് ലവ് ഫോർ ലക്ഷറി ഓഫൺ ക്ലൗഡഡ് ഹിസ് ജഡ്ജ്മെൻറ്റ്, മേക്കിംഗ് ഹിം എ ഫൂൾ ഹൂ കുഡിൻറ്റ് തിങ്ക് ക്രിറ്റിക്കലി. അപ്പോൾ ഈ ലക്ഷറിയോടുള്ള അയാളുടെ ഭയങ്കരമായ അതിയായ ആഗ്രഹമില്ല. അയാൾക്ക് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും, നല്ലവണ്ണം ചിന്തിക്കാൻ പോലുമുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. മേക്കിംഗ് ഹിം എ ഫൂൾ, അതായത് കാണിച്ചു കൂട്ടലായിരുന്നു. അപ്പോൾ ആളെ മുന്നിൽ ഷൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുമായിരുന്നു. അപ്പോൾ ഹിസ് ലവ് ഫോർ ലക്ഷറി ഓഫൺ ക്ലൗഡഡ് ഹിസ് ജഡ്ജ്മെൻറ്റ്, making him a fool who couldn't think critically. He was easily deceived. ആർക്കും പറ്റിക്കാം. ആ സീൻ വെൻ ഹി പ്രൈസ്ഡ് എ ബ്ലാങ്ക് വോൾ ആസ് എ മാസ്റ്റർ പീസ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആ ബ്ലാങ്ക് വോൾ കണ്ടിട്ട് പറഞ്ഞു അത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചു മാസ്റ്റർ പീസാണ്. ദ ആർച്ച്ഡ്യൂക്സ് എക്സസീവ് സ്പെൻഡിങ് ആൻഡ് ലാക്ക് ഓഫ് വിസ്ഡം മെയ്ഡ് ഹിം എ കോമഡിക് ഫിഗർ ബ്ലൈൻഡ് ടു റിയാലിറ്റി. അപ്പോൾ അയാളുടെ ഈ അമിതമായ ചിലവായിക്കൽ, ആർച്ച്ഡ്യൂക്സ് എക്സസീവ് സ്പെൻഡിങ് ആൻഡ് ലാക്ക് ഓഫ് വിസ്ഡം, അയാൾക്ക് അറിവില്ല, അയാളുടെ മണ്ടത്തരങ്ങളൊക്കെ അയാളൊരു കോമഡി ഫിഗറാക്കി മാറ്റി. ബ്ലൈൻഡ് ടു റിയാലിറ്റി. ഡെസ്പൈറ്റ് ഹിസ് വെൽത്ത് ആൻഡ് പവർ ഹീ ലാക്ഡ് ഡിസേർമെൻറ്റ് ആൻഡ് വാസ് ഓഫൺ ടേക്കൺ അഡ്വാൻറ്റേജസ് ഓഫ്. അപ്പോൾ അയാളുടെ വെൽത്തും പവറും ഉണ്ടെങ്കിലും അയാൾക്ക് എന്താണ്, ആൾക്കാരെ ജഡ്ജ് ചെയ്യാനും അതൊന്നും അയാൾക്ക് അറിയാത്തതിനെ കൊണ്ട് മറ്റുള്ളവരെ അയാളെ അഡ്വാൻറ്റേജ്, അയാളെ കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ തുടങ്ങി.
ഹിസ് ഫോളിഷ്നെസ് ആൻഡ് എക്സ്ട്രാ വാഗൻസ് ഡിഫൈൻഡ് ഹിസ് ക്യാരക്ടർ. ഇപ്പോൾ ഫോളിഷ്നെസ്സും എക്സ്ട്രാ വാഗൻസുമാണ് അയാളുടെ ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. മേക്കിംഗ് ഹെ മെമ്മറബിൾ ആൻഡ് ഹ്യൂമറസ് ഫിഗർ. ദ ഹാർട്ട്സ്റ്റ്യൂ സ്റ്റോറി സെർവ്സ് ആസ് എ റിമൈൻഡർ ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് എക്സസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് വിസ്ഡം ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊരു ലാംഗ്വേജ് കൂടിയ ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ലാംഗ്വേജിലാണ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Velasco was waiting alone for his rescues in the middle of the sea, clinging to a life raft without food and water. What might be his thought? അപ്പോൾ വെലസ്കോ ഇപ്പോൾ എവിടെയാണ്? കടലിൻ്റെ നടുവിലാണ്. ക്ലിങ്ങിങ് ടു എ ലൈഫ് റാഫ്റ്റ് വിത്തൗട്ട് ഫുഡ്. അപ്പം തൂങ്ങി പിടിച്ചിരിക്കുകയാണ് ആ റാഫ്റ്റിൽ. വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ, വെള്ളമില്ല, ഭക്ഷണമില്ല. എന്തായിരിക്കും അയാളുടെ തോട്ട്സ്? ഓക്കെ, അപ്പോൾ നോക്കാം. വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ? ഇത് എന്താണ് എനിക്ക് തന്നെ സംഭവിച്ചത്? ഐ വാസ് സോ ക്ലോസ് ടു റീച്ചിങ് മൈ ഡെസ്റ്റിനേഷൻ. ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ എത്താനായിരുന്നു. നൗ ഐ ആം അലോൺ ഇൻ ദ മിഡിൽ ഓഫ് നവർ. alone in the middle of nowhere. How long will I have to wait for help? Will anyone even find me? ഞാൻ എത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യും? ആരെങ്കിലും എന്നെ കണ്ടുപിടിക്കുമോ? ഐ ആം സോ തേഴ്സ്റ്റി ആൻഡ് ഹാങ്ക്രി. എനിക്ക് വിശപ്പും ദാഹവും വരുന്നു. ഐ ഹോപ്പ് ഐ ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ടു മച്ച് ലോങ്. എനിക്കിനി കൂടുതൽ നേരം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നില്ല. വാട്ട് ഇഫ് നോ വൺ കംസ്? ഇപ്പം ആരും വന്നില്ല, എന്ത് ചെയ്യും? വാട്ട് ഇഫ് ഐ ആം സ്റ്റക്ക് ഹിയർ ഫോർ അവർ? ഞാൻ ഇവിടെ തന്നെ സ്റ്റക്കായി പോയാൽ എന്ത് ചെയ്യും? ഐ ഹാവ് ഹിയർ സ്റ്റോറീസ് ഓഫ് പീപ്പിൾ സർവൈവിങ് ഇൻ വേഴ്സ്റ്റ് കണ്ടീഷൻ. ഞാൻ പല സ്റ്റോറീസൊക്കെ കേട്ടിരിക്കണം, ഇങ്ങനെ വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഇങ്ങനെയും വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ അതിജീവിച്ച ആൾക്കാരുടെ സ്റ്റോറീസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഐ കാൺ ഡു ദീസ് ടു. എനിക്കിത് പറ്റും. ജസ്റ്റ് ഹോൾഡ് ഓൺ ടു ദ ലൈഫ് റാഫ്റ്റ്, ഡോണ്ട് ലെറ്റ് ഗോ, ഹെൽപ്പ് വിൽ കം. എന്നെ സഹായിക്കാൻ ആരെങ്കിലും വരും എന്നൊക്കെ ആ മിഡിൽ ഓഫ് ദ സീയിൽ വെച്ചിട്ട് അയാൾ ചിന്തിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ ബോയ് ഇൻ ദ സ്റ്റോറി, ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് ബിക്കെയിം വെരി ഫേമസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗോബ്ലിൻ റാറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോറി വായിച്ചല്ലോ, ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. ആ ലെസണിൽ ആ ബോയ് ഭയങ്കര ഫേമസ് ആയി. എങ്ങനെയാണ് ഫേമസ് ആയത്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗോബ്ലിൻ റാറ്റിൻ്റെ മരണത്തോടു കൂടി കുട്ടി ഫേമസ് ആയി. ഹീ വിസിറ്റ്സ് ദ പ്രീസ്റ്റ് ഹൂ അഡ്വൈസ്ഡ് ഹിം ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് ദ നൈറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അവനെ ഉപദേശിച്ച ആ പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പ്രീസ്റ്റ് എന്തായിരുന്നു ഉപദേശിച്ചത് അറിയാലോ? അവോയ്ഡ് ലാർജ് പ്ലേസസ് ആൻഡ് അറ്റ് നൈറ്റ്. രാത്രി വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക എന്നുള്ള അഡ്വൈസ് സ്വീകരിച്ചത് കൊണ്ടാണ് ഗോബ്ലിൻ റാറ്റിനെ കൊല്ലാനും പറ്റിയതും ഫേമസ് ആയതും. റൈറ്റ് ദ ലോയ്ക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പ്രീസ്റ്റ് ആൻഡ് ദ ബോയ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ എഴുതാനാണ്. ഓക്കെ, ബോയ്. താങ്ക് യു പ്രീസ്റ്റ് ഫോർ യുവർ അഡ്വൈസ്. ഐ ആം ഫേമസ് നോ ബിക്കോസ് ഐ ലിസൺ യു. ആ പ്രീസ്റ്റ്, ഭയങ്കര താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ്. താങ്കളുടെ ഉപദേശത്തിന് വളരെയധികം നന്ദി. ഐ ആം ഫേമസ് നോ. ഞാൻ അപ്പോൾ ഭയങ്കര പ്രശസ്തനാണ്. ബിക്കോസ് ഐ ലിസൺ യു. ഞാൻ താങ്കളെ അനുസരിച്ചത് കൊണ്ട് ഞാനിപ്പോൾ പ്രശസ്തനാണ്. പ്രീസ്റ്റ്, ഓ മൈ ബോയ്, ഐ ആം ഗ്ലാഡ് ടു സീ യു അഗെയിൻ. യു ഫോളോഡ് മൈ വേർഡ്സ് ആൻഡ് അവോയ്ഡഡ് ഡേഞ്ചർ. ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി ഫേമസ്? ഓ മൈ ബോയ്, ഐ ആം ഗ്ലാഡ് ടു സീ യു അഗെയിൻ. ഓ, എനിക്ക് ഭയങ്കര സന്തോഷമായി നിന്നെ വീണ്ടും കാണാൻ പറ്റിയത്. ഐ ആം ഗ്ലാഡ് ടു സീ യു അഗെയിൻ. യു ഫോളോഡ് മൈ വേർഡ്സ്. നീ എൻ്റെ വാക്കുകളൊക്കെ അനുസരിച്ചു. ആൻഡ് അവോയ്ഡഡ് ഡേഞ്ചർ. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി ഫേമസ്? എങ്ങനെയുണ്ട് ഫേമസ് ആയിട്ട്? ബോയ്, ഇറ്റ്സ് അമേസിങ്. അതൊന്നും പറയാം. ഇറ്റ്സ് അമേസിങ്. പീപ്പിൾ ലവ് മൈ കാറ്റ് ഡ്രോയിങ്സ്. ആൾക്കാർ എൻ്റെ കാറ്റ് ഡ്രോയിങ്സ് വളരെ ഇഷ്ടപ്പെടുന്നു. ബട്ട് ഐ റിമെമ്പർ യുവർ വാർണിംഗ് ആൻഡ് സ്റ്റേ സേഫ്. ഞാൻ പക്ഷേ താങ്കളുടെ ആ ഒരു വാർണിംഗ് ഒക്കെ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഓക്കെ പ്രീസ്റ്റ്, ദാറ്റ്സ് വൈസ്. നല്ല കുട്ടി. റിമെമ്പർ, ഫെയിം ക്യാൻ ബി ട്രിക്കി. സ്റ്റേ ഹംബിൾ ആൻഡ് കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ഓൾവേസ് ബി കോഷ്യസ് എസ്പെഷ്യലി അറ്റ് നൈറ്റ്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഫെയിം എന്ന് പറയുന്നത് ഒരു ട്രിക്കിയാണ്. സ്റ്റേ ഹംബിൾ, എപ്പോഴും നല്ല ഹംബിളായിട്ട് നിൽക്കുക. ഹംബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കരുണയുള്ളവനായിട്ട്, വിനയത്തോടെ പെരുമാറുക. ആൻഡ് കീപ് ക്രിയേറ്റിംഗ്, നിൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ നടക്കട്ടെ. ആൻഡ് ഓൾവേസ് ബി കോഷ്യസ്, എപ്പോഴും നീ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി അറ്റ് നൈറ്റ്. ബോയ്, ഐ വിൽ പ്രീസ്റ്റ്. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാം. ഐ വോണ്ട് ഫോർഗറ്റ് യുവർ
ഗൈഡൻസ്, താങ്കളുടെ ആ ഗൈഡൻസ് ഒന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു അഗെയിൻ ഫോർ ഹെൽപ്പിംഗ് മീ. എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരിക്കൽ കൂടി താങ്ക്സ്. പ്ലീസ് മേ ഫോർച്യൂൺ സ്മൈൽ അപ്പോൺ യു മൈ ബോയ്, കീപ് മേക്കിംഗ് എ ബ്യൂട്ടിഫുൾ ആർട്ട്. അപ്പം ദൈവം നിന്നെ സദാ രക്ഷിക്കുമാറാവട്ടെ. കീപ് മേക്കിംഗ് ബ്യൂട്ടിഫുൾ ആർട്ട്. നല്ല നല്ല സൃഷ്ടികളൊക്കെ, കലാസൃഷ്ടികളൊക്കെ നിന്നിൽ നിന്നുണ്ടാവട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ ആയിരുന്നു. ഒന്നുകൂടി വായിക്കാം. ബോയ് പറയാണ്, താങ്ക് യു പ്ലീസ് ഫോർ യുവർ ഹാർഡ് ഡേയ്സ്. ഐ ആം ഫേമസ് നൗ ബിക്കോസ് ഐ ലിസൺ ടു യു. പ്ലീസ് മൈ ബോയ്, ഐ ആം ഗ്ലാഡ് ടു സീ യു അഗെയിൻ. യു ഫോളോഡ് മൈ വേർഡ്സ് ആൻഡ് അവോയ്ഡഡ് ഡേഞ്ചർ. ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി ഫേമസ്? അപ്പോൾ പോയി പറയാം, ഇറ്റ്സ് അമേസിങ്. പീപ്പിൾ ലവ് മൈ ക്യാറ്റ് ഡ്രോയിങ്സ് ആൻഡ് ഐ റിമെമ്പർ യുവർ വാർണിംഗ് ആൻഡ് സ്റ്റേ സേഫ്. പ്ലീസ് ദാറ്റ്സ് വൈസ്. റിമെമ്പർ ഫെയിം ക്യാൻ ബി ട്രിക്കി. സ്റ്റേ ഹംബിൾ ആൻഡ് കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ഓൾവേസ് ബി കോഷ്യസ്, എസ്പെഷ്യലി അറ്റ് നൈറ്റ്. അപ്പം പോയി പറയാം, ഐ വിൽ പ്ലീസ്, ഐ വോണ്ട് ഫോർഗെറ്റ് യുവർ ഗൈഡൻസ്. താങ്ക് യു അഗെയിൻ ഫോർ ഹെൽപ്പിംഗ് മീ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എന്താണ്? 14th ക്വസ്റ്റ്യൻ. പ്രിപ്പയർ 5 questions. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. യു വുഡ് ലൈക്ക് ടു വെലസ്കോ. ആരോടെ ചോദിക്കേണ്ടത്? വെലസ്കോയോടാണ് ചോദിക്കേണ്ടത്. ഇഫ് യു ആർ ടു ഇൻ്റർവ്യൂ ഹിം. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടാണ്, വെലസ്കോനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ 5 ചോദ്യങ്ങൾ ചോദിക്കണം. ഇവിടെ 10 ചോദ്യം ഉണ്ട്, ഏതെങ്കിലും 5 ചോദ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യും. What happened when you were stranded? How did you feel when you were alone in the sea? Did you think you would survive? How did you get food and water? What did you see while you were floating? Were you scared of the ocean? How long were you stuck? Who rescued you? What was your first thought when you saw help coming? Are you glad to be alive? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം മീനിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് വളരെ സിമ്പിളാണ്, ഇതാരും മിസ്സാക്കരുത്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. നെയിം തന്നിട്ടുണ്ട്, ബോൺ, അതേപോലെ ഫേമസ് ആസ് നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ, ജേർണലിസ്റ്റ്, പിന്നെ നോൺ ആസ് ഗാബോ. അവാർഡ് കിട്ടിയത് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1982. മേജർ വർക്ക്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഡെത്തും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പ്രൊഫൈൽ നോക്കാം. ഇവിടെ നെയിം തന്നിട്ടുണ്ട്, ബോൺ, ഫേമസ്, നോൺ ആസ് ഗാബോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഗബ്രിയേല ഗാർഷ്യ മാർക്കസ് വാസ് എ ഫേമസ് കൊളംബിയൻ റൈറ്റർ. പിന്നെ ഹി വാസ് ബർത്ത് എന്നുള്ള സ്ഥലത്ത് ഹി വാസ് ബോൺ ഓൺ March 6, 1928 ഇൻ Aracataca, Colombia, and died on April 17, 2014 in Mexico City. He wrote many great books, including 100 Years of Solitude and Love in the Time of Cholera. Marcus won Nobel Prize in Literature in 1982. He is known for his magical realism style, which combines fantasy and real life. Gabriel Garcia Marquez passed away on April 17, 2014 at the age of 87. ഇനി നമുക്ക് അടുത്തതൊരു കോൺവെർസേഷനാണ്. ഇപ്പോൾ യു ആർ വെലസ്ക. അപ്പോൾ എന്താ പറയുക? ആറിൻറ്റ് യു? യെസ് ഐ ആം എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ യു ആർ വെലസ്കോ എന്ന് പറയുമ്പം നിങ്ങൾ വെലസ്കോ ആണോ? യെസ് യു ആർ വെലസ്കോ. അപ്പോൾ യെസ് ഐ ആം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചോദിക്കുക? ആർ ഇൻറ്റ് യു. ഓക്കെ, ആർ ഇൻറ്റ് യു. ആർ ഇൻറ്റ് യു എന്ന് ചോദിച്ചപ്പോഴാണ് എന്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം? ആർ ഇൻറ്റ് യു. ഇനി യെസ് ഐ ആം എന്ന് പറഞ്ഞു. പിന്നെ എന്താ? യെസ് ഐ ഹാവ് റെഡ് ദ ന്യൂസ് റിപ്പോർട്ട്സ് അബൌട്ട് യു. അപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടാവുക? ഞാൻ നിങ്ങളെ പറ്റി ന്യൂസിലൊക്കെ വായിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചോദിച്ചിട്ടുണ്ടാവും? എന്താ ചോദിച്ചിട്ടുണ്ടാവുക? ഡു യു നോ മീ? നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഡു യു നോ മീ? യെസ് ഐ ഹാവ് റെഡ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് യു. പിന്നെ പറയുന്ന ഐ സ്പെൻഡ് 10 days ഇൻ ദ സീ. ഞാൻ സീയിൽ 10 days സ്പെൻഡ് ചെയ്തു എന്ന്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും? എത്ര ദിവസം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ, സീയിൽ. ഹൗ ലോങ് ഹാഡ് യു ബീൻ ഇൻ ദ സീ? ഹൗ ലോങ് ഹാഡ് യു ബീൻ ഇൻ ദ സീ? എത്ര ദിവസം ഉണ്ടായിരുന്നു? ഹൗ ലോങ് ഹാഡ് യു ബീൻ ഇൻ ദ സീ. പിന്നെ പറയുന്നു ഐ ആം ഫ്രം അലബാമ. ഞാൻ അലബാമയിൽ നിന്നാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ട് നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പോൾ എന്താണ്? വേർ ഡു യു കം ഫ്രം? വേർ ഡു യു കം ഫ്രം? ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. എഡിറ്റ് ചെയ്യാനാണ്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ് ടു ദ ലാഡ് ആൻഡ് ആസ്ക് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. So clever was
the answers that the priest agreed to take little fellow into the temple as an acolyte. The old man spoke kindly, kindly, പൊളൈറ്റായിട്ട് സംസാരിച്ചു. സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ് ആൻഡ് ആസ്ക് എന്താണ്, പാസ്റ്റ് ടെൻസിലാണ്. ആസ്ക്ഡ് എന്നാണ് കൊടുക്കേണ്ടത്. ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. സോ ക്ലവർ വാസ്, അപ്പോൾ സോ ക്ലവർ വേർ ദ ആൻസേഴ്സ്. വാസ് അല്ല ഇവിടെ വേണ്ടത്, വേർ. ആൻസേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരലാണ്, അപ്പം വാസ് പോരാ, വേർ വേണം. ടു ദ പ്രീസ്റ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? PRIEST. EI എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. PRIEST, അതാണ് പ്രീസ്റ്റ്. അഗ്രി ടു ടേക്ക് ദ ലിറ്റിൽ ഫെല്ലോ ഇൻ ടു ദ ടെമ്പിൾ ആസ് എൻ അക്കോലൈറ്റ്. ഇനി അടുത്തത് എന്താണ്? സ്റ്റഡി ദ ഫോളോയിങ് വേർഡ് പിരമിഡ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. പിക്ചർ പിരമിഡ് ഉണ്ടാണ്. ദ വണ്ടർഫുൾ പിക്ചർ. ഇനി ടീച്ചറിനെ പറ്റിയിട്ട് എഴുതാനാണ്. ടീച്ചറിനെ പറ്റി ദ ഗ്രേറ്റ് ടീച്ചർ, ദ വണ്ടർഫുൾ ഗ്രേറ്റ് ടീച്ചർ. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ് ആൻഡ് asked him some hard questions. So clever were ആണ് ആൻസേഴ്സ് ടു ദ പ്രീസ്റ്റിൻ്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു, അത് നമ്മൾ ശരിയാക്കി. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്